ഇറാൻ-യുഎസ് സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ റിയാദിലെ യുഎസ് എംബസിക്ക് നേരെ ഇറാന്റെ 2 ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. ആക്രമണത്തിൽ ചെറിയ തോതിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. യുഎസ് എംബസിക്ക് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടിക്കും എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ ഔദ്യോഗികമായി അടച്ചുവെന്ന് ടെഹ്റാൻ പ്രഖ്യാപിച്ചു. ഇതുവഴി കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനെയും തീയിട്ട് നശിപ്പിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില 8% വർദ്ധിച്ചു. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് അവിടെ ഉടൻ വിട്ട് പോകാൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അവിടെയുള്ളവർ അടിയന്തരമായി മടങ്ങണമെന്നുമാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഫ്രാൻസ് തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്നും ആണവ പ്രതിരോധ സുരക്ഷാ കവചം മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളിലേക്കും വ്യാപിപ്പിക്കുമെന്നും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ ആണവോർജ കരാർ ഒപ്പുവെച്ചു. കാനഡ ഇന്ത്യയ്ക്ക് യുറേനിയം ലഭ്യമാക്കും. പ്രധാനമന്ത്രി മോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ചേർന്ന് $2.6 ബില്യൺ യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവെച്ചു. 2035 വരെ ഇന്ത്യയിലെ ആണവ നിലയങ്ങൾക്ക് ആവശ്യമായ യുറേനിയം കാനഡ നൽകും. സഞ്ജു സാംസണിന്റെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ സിംബാബ്വേക്കെതിരായ ഉജ്ജ്വല വിജയം നേടിയ ഇന്ത്യ T20 ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ UAE, സൗദി അറേബ്യ, ഖത്തർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ പരിഗണനയിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. കുവൈറ്റിൽ 2 സൈനികർ മരിച്ചു. ഒമാനിൽ കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് DG ഷിപ്പിംഗ്. ഒരാൾക്ക് പരിക്ക്. യുഎസ് ഇറാനിലെ യുദ്ധത്തിലേക്ക് കൂടുതൽ സൈനികരെ അയച്ചേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നതാൻസ് ആണവ കേന്ദ്രത്തിൽ യുഎസ് അറ്റാക്ക് ചെയ്തതായി ഇറാൻ പറയുന്നു. റേഡിയേഷൻ ഭീഷണി നിലനിൽക്കുന്നതായും അവർ പറയുന്നു. ഗൾഫ് യുദ്ധത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതായി ചൈന. ഇറാനിയൻ പരമാധികാരി ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് ശ്രീനഗറിലും ലക്നൌവിലും പ്രതിഷേധങ്ങൾ നടന്നു. ഇന്ന് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുന്നു. പലയിടങ്ങളിലും വിപണികൾ അവധിയാണ്. ഹോർമൂസിലൂടെ ചരക്കു നീക്കം നിലച്ചതിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നു. ലക്ഷക്കണക്കിന് വനിതകളാണ് അനന്തപുരിയുടെ തെരുവുകളിൽ പൊങ്കാല അർപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ സാഹചര്യം കാരണം കേരളത്തിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ 3-ാം ദിവസവും തടസ്സപ്പെട്ടു. എന്നാൽ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ ഇറങ്ങിയത് പ്രവാസികൾക്ക് ചെറിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ 90 വയസ്സ് ഇന്ന് പുലർച്ചെ അന്തരിച്ചു. ഇന്ന് വൈകുന്നേരം ഇന്ത്യയിൽ ചന്ദ്രഗ്രഹണം ദൃശ്യമാവും. 3:20 ആരംഭിക്കുന്ന ഗ്രഹണം 6:48 അവസാനിക്കും. ആഗോള വിപണിയിലെ കുതിപ്പിനെ തുടർന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്ന് സ്വർണ്ണവിലയിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തി. പവൻ നിരക്ക് 1,24,680 രൂപയിലെത്തി. 25 വർഷം മുൻപ് 44 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം പൂക്കിപ്പറമ്പ് ബസ് അപകട കേസിലെ ഡ്രൈവർക്ക് ഹൈക്കോടതി 5 വർഷം തടവ് വിധിച്ചു. T20 ലോകകപ്പിൽ സിംബാബ്വേക്കെതിരെ സഞ്ജു നടത്തിയ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിനെതിരെ വംശീയമായ കമന്റുകളുമായി രംഗത്തെത്തിയത്. ഒരു യൂസർ എക്സിൽ പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് പോസ്റ്റ് ചെയ്തതിന് ശേഷം നൽകിയ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു: ഡാർക്ക് ഫോഴ്സസ് ക്യാൻ ഡിഫീറ്റ് ഡാർക്ക് ഫോഴ്സസ്, വെൽ പ്ലേഡ് സഞ്ജു സാംസൺ. മറ്റൊരു യൂസർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമന്റ് ഇപ്രകാരമാണ്: ഓൺലി ബ്ലാക്ക് പവർ ക്യാൻ ഡിഫീറ്റ് ബ്ലാക്ക് പവേഴ്സ്, വെൽ പ്ലേഡ് സഞ്ജു സാംസൺ. സഞ്ജു സാംസണിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കും വംശീയ അധിക്ഷേപങ്ങൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര IT മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. ഒരു മലയാളി താരത്തെ അദ്ദേഹത്തിന്റെ നിറത്തിന്റെയോ പ്രാദേശികതയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി വേണമെന്നും
കേരള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സഞ്ജുവിനെതിരെയുള്ള അധിക്ഷേപങ്ങളെ തടയാൻ സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്.